സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ എല്ലാവരും ഇനി ഭയങ്കര തിരക്കിലായിരിക്കും. ബാഗ് എടുത്ത് വെക്കണം, ടൈം ടേബിൾ എടുത്ത് വെക്കണം, സ്കൂളിലേക്ക് പോകണം, ഭയങ്കര ഹറിബറി ആയിരിക്കും എല്ലാവരും. സോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹോബീസിന് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ. പക്ഷേ അതെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം തിരക്കിനിടയ്ക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനിതാ 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു ചെറിയ ക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഒരുപാട് അട്രാക്റ്റീവ് ആക്കാൻ പറ്റിയില്ല, വെറും ഒരു സാധനം പോലെയൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും ഇത് യൂസ്ഫുൾ ആണ്. ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. സോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബാഗിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയതായിട്ടുള്ളൊരു ടിഷ്യൂ ഹോൾഡറാണ്. ടിഷ്യൂ ഹോൾഡർ നമ്മൾ എമർജൻസി പൗച്ചിൽ നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ സ്കൂളിലേക്ക്. അഥവാ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം. ബട്ട് ഇതൊരു മിനി ആയിട്ടുള്ള ടിഷ്യൂ ഹോൾഡറാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ടിഷ്യൂസാണ് ഇതിലുണ്ടാവുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ മിനി ആകുമ്പോഴാണ് കുറച്ചൊരു ക്യൂട്ട്. അതിനെ ക്യൂട്ട് ആക്കിയിട്ടില്ല, പ്ലെയിൻ പേപ്പറിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് നോക്കിയത്. ശരിയാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അതായത് ഈ ബോക്സ് ഷേപ്പിൽ വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10x10 സൈസിലാണ്. സോ നമ്മുടെ ചാനലിൽ കമൻസാണ് ഏറ്റവും കുറവ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ കമൻറ്റ് പറഞ്ഞാലാണ് എനിക്ക് അറിയുള്ളൂ എന്താണ് അടുത്തത് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കൂടി എനിക്ക് അറിയണമല്ലോ. സോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്ക് അറിയാണ്ടാവുകയാണ്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇനി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒന്നും വേണ്ട, അതെല്ലാം കഴിഞ്ഞു. എല്ലാവരും അതൊന്ന് സെറ്റായിട്ടുണ്ടാവും. ഇനി ഡേ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ എൻവിറോൺമെൻറ്റ് ഡേ അങ്ങനെയുള്ള ബേസിസിലുള്ള ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻവിറോൺമെൻറ്റ് ഡേക്കൊക്കെ എന്ത് ക്രാഫ്റ്റ്, പക്ഷെ അത് നമ്മൾ സെറ്റാക്കും കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് എൻവിറോൺമെൻറ്റ് ഡേക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2ാമത്തെ ദിവസം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ബാക്ക് ടു സ്കൂൾ ജേർണലൊക്കെ ചെയ്യാൻ വിചാരിച്ചിരുന്നതാണ്. ബട്ട് എല്ലാം തിരക്കിൽ പെട്ടുപോയി. അപ്പോൾ ഞാനിനി ക്രാഫ്റ്റ് ആയിട്ടായിരിക്കും മാക്സിമം അടുത്ത വീഡിയോയിൽ വരിക കേട്ടോ. ചിലപ്പോൾ ഞാൻ എൻവിറോൺമെൻറ്റ് ഡേ ചെയ്യും, പക്ഷേ ചാൻസ് കുറവാണ്, എക്സ്പെക്റ്റ് ചെയ്യേണ്ട. വേറൊരു ദിവസത്തേക്ക് ഞാൻ ചെയ്തോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ ടിഷ്യൂ ഹോൾഡറിൻ്റെ ആ ബോക്സിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല, കുറച്ച് ടഫ് ഉണ്ട്. അതായത് ഉണ്ടാക്കുന്ന രീതി ഓക്കെ, ബട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ ഇത്തിരി ടഫ് ഉണ്ട്. ഇതേപോലെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ടിഷ്യൂ ഹോൾഡറിൻ്റെ ക്യാപ്പ് ഭാഗം, ആ ഒരു ഭാഗത്തൊരു ഹോൾ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഈ ഒരു ടിഷ്യൂ വലിച്ചെടുക്കാനുള്ള ഒരു ഹോൾ വേണം. സോ ഞാൻ ഈ 2 കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ടിഷ്യൂ ഹോൾഡറിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. കാരണം ഇത് അട്രാക്റ്റീവ് ആയില്ലല്ലോ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി സെറ്റാക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി ഇടാനാണ്. ആ വീഡിയോ ആയിട്ട് കാത്തിരിക്കുക.